ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, ഈ വിണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ, നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളേ. ശരിയുള്ളതല്ലേ? നമ്മൾ തിരക്ക് പിടിച്ച ലോകത്താണ്. നമുക്ക് ആരെയും നോക്കാൻ നേരമില്ല, സംസാരിക്കാൻ നേരമില്ല. ഇനിയിപ്പോൾ കാരുണ്യവും ആനന്ദവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതൊന്നും കാണാനും കേൾക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അതാ സത്യം അല്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുന്ന ഒരു വേൾഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് സെൽഫ് സെന്റേർഡ്. എന്താണ് സെൽഫ് സെന്റേർഡ് കേട്ടോ? സെൽഫ് സെന്റേർഡ് ഒന്നെൻ്റെ ഒപ്പം പറഞ്ഞേ, സെൽഫ് സെന്റേർഡ്. അതായത് നമ്മൾ മാത്രം, നമ്മുടെ സ്വന്തം, നമുക്ക് മാത്രം ലാഭങ്ങൾ ഒക്കെ നമുക്ക്. ഓക്കെ, അതാണ് സെൽഫ് സെന്റേർഡ്. അത് പറഞ്ഞേ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് സെൽഫ് സെന്റേർഡ് ആണ്. അതെങ്ങനെ പറയാ? വി ലിവ് ഇൻ എ സെൽഫ് സെന്റേർഡ് വേൾഡ്. വി ലിവ് ഇൻ എ സെൽഫ് സെന്റേർഡ് വേൾഡ്. സെൽഫ് സെന്റേർഡ് വേൾഡ്. ഓക്കെ, ആ വാക്ക് ഓർത്ത് വെക്കണോ കേട്ടോ? പറയാ, ആരോടും ദയയില്ലാതെ ഒന്നിനോടും താല്പര്യമില്ലാത്തൊരു ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അതായത് ആർക്കും ആരോടും ദയയില്ല, അനുകമ്പയില്ല, ജനങ്ങൾക്കൊന്നും മറ്റൊരാളോട് ദയയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഇൻഡിഫറൻറ്റ്. ഇൻഡിഫറൻറ്റ്. ഓക്കെ, ഇൻഡിഫറൻറ്റ്. ഈസി അല്ല ഇൻഡിഫറൻറ്റ്? ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആരോട് അനുകമ്പയില്ല, ആത്മാർത്ഥതയില്ല, സ്നേഹമില്ല, നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ വഴിക്ക് ഇങ്ങനെ ഓടുകയാണ്. ഇപ്പൊ 2 വേർഡ് കിട്ടിയല്ലോ, ഒന്ന് സെൽഫ് സെന്റേർഡ്, ഒന്നെന്താണ്? ഇൻഡിഫറൻറ്റ്. അപ്പൊ നമുക്ക് പറയാം, പീപ്പിൾ ഹാവ് ബിക്കം ഇൻഡിഫറൻറ്റ്. പീപ്പിൾ ഹാവ് ബിക്കം ഇൻഡിഫറൻറ്റ്. ഇന്നത്തെ ജനങ്ങൾ എന്തായിരിക്കുകയാണ്? ആരോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ അവരവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അല്ലേ? പീപ്പിൾ ഹാവ് ബിക്കം ഇൻഡിഫറൻറ്റ്. 2 വേർഡ് കിട്ടി, സെൽഫ് സെന്റേർഡ്, ഇൻഡിഫറൻറ്റ്. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ നല്ല ആളുകളല്ലേ അല്ലേ? നമ്മൾ ആരെങ്കിലും ഒരു ദയനീയമായ അവസ്ഥ കണ്ടാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളൊരു കാരുണ്യം കൊടുക്കേണ്ട ഒരു സമയത്ത്, കരുണ കാണിക്കേണ്ട സമയത്ത് നമ്മൾ കാണിക്കാറില്ലേ? അപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയും പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്കതിന് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയാം അല്ലേ? സഹായഹസ്തം, ഹെൽപ്പിംഗ് ഹാൻഡ്. എന്താണ് ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലേ? അപ്പോൾ നമ്മൾ പറയാ ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലേ? ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ നമ്മൾ കൊടുക്കുക? എന്താ കൊടുക്കണ്ടേ? ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു സഹായഹസ്തം അല്ലേ? അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളാൽ കഴിയുന്ന പോലെ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ നല്ല ആളുകളാണ് അല്ലേ? നമുക്കൊക്കെ കരുണയുണ്ട്, ദയയുണ്ട്. ആരുടെയും വിഷമമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സലിയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരാൾ വിഷമിച്ച് നമ്മളോട് എന്തെങ്കിലും കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് പറയാം, ഐ ഫീൽ ഫോർ യു എന്ന് പറയാം. ഐ ഫീൽ ഫോർ യു. അതായത് എനിക്ക് നിന്റെ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിനെന്താ പറയണ്ടേ? ഐ ഫീൽ ഫോർ യു. ഐ ഫീൽ ഫോർ യു. അതായത് നിന്റെ അവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഒരാൾക്ക് സപ്പോർട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഐ എം ഹിയർ ഫോർ യു. നിനക്കായിട്ട് ഞാനിവിടെ ഉണ്ട്, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ഓക്കെ, ഐ എം ഹിയർ ഫോർ യു. ഞാനിവിടെ ഉണ്ട് അല്ലേ? ഒരാളുടെ സങ്കടം കേട്ടാൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാണിക്കാൻ വേണ്ടി നമുക്ക് പറയാം, ഐ എം ഹിയർ ഫോർ യു. ഐ എം ഹിയർ ഫോർ യു. പിന്നെ പറയാം, ഐ എം ജസ്റ്റ് എ ഫോൺ കോൾ അവേ. ഐ എം ജസ്റ്റ് എ ഫോൺ കോൾ അവേ. അതായത് ഒരു ഫോൺ കോളിനപ്പുറം ഞാനുണ്ട്, പിന്നെ എന്തിനാ ഈ ബേജാറ്, എന്തിനാ ടെൻഷൻ അടിക്കണേ അല്ലേ? എന്താ പറയണ്ടേ? ഐ എം ജസ്റ്റ് എ ഫോൺ കോൾ അവേ. ഐ എം ജസ്റ്റ് എ ഫോൺ കോൾ അവേ. ഓക്കെ, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. പറയാം, ഐ എം ഹിയർ ടു സപ്പോർട്ട് യു. ഐ എം ഹിയർ ടു സപ്പോർട്ട് യു. ഐ എം ഹിയർ ടു സപ്പോർട്ട് യു. ഇല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? ഐ എം ഹിയർ ടു സപ്പോർട്ട് യു. ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട്? ഞാനുണ്ട്. കൈൻഡ്നസ് കോസ്റ്റ് നത്തിങ് ബട്ട് മീൻസ് എവറിഥിങ്. ഓക്കെ, കൈൻഡ്നസ് കോസ്റ്റ് നത്തിങ് ബട്ട് മീൻസ് എവറിഥിങ്. അതായത് ദയ, അനുകമ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് പൈസ കൊടുക്കൊന്നും വേണ്ട, അതിന് പണച്ചെലവൊന്നുമില്ല. ഒരാൾ അത് അർഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു കരുണ കാണിക്കുക. ഓക്കെ, അതിന് പണച്ചെലവൊന്നും ഇല്ലല്ലോ. സോ ലെറ്റ്സ് ട്രൈ ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് ourselves. ബൈ.